Hello kiddies, this is Anil once again. Welcome back to the online class. Hello everyone, welcome back to the video tutorial. In the last video, we dealt the activities from the lesson Climate Change is not hysteria, it's a fact. And we finished the lesson. Today we are dealing a new lesson. It named The Jungle Air Crash by Juliane Koepke. We can call this one as a story. At the same time, these incidents are the personal experience of the author. So it is a memoir also. Without wasting any moment, we are moving to the lesson. Let's get started. About the author. ജൂലിയാനെ ഡില്ലർ ബോൺ ഓൺ 10th October 1954. 1954 ഒക്ടോബർ 10-ാം തീയതിയായിരുന്നു നമ്മളുടെ എഴുത്തുകാരിയായ ജൂലിയാനെ ഡില്ലർ ജനിച്ചത്. എലിയാസ് ജൂലിയാനെ മാർഗ്രറ്റ് കോപ്കെ, അതായത് നമ്മളുടെ ജൂലിയാനെ ഡില്ലർ എന്ന് പറയുന്ന എഴുത്തുകാരിക്ക് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ജൂലിയാനെ മാർഗ്രറ്റ് കോപ്കി എന്നായിരുന്നു. എലിയാസ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. എലിയാസ് എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം അഥവാ എന്നുള്ളതാണ്. നമ്മൾ സാഗർ എലിയാസ് ജാക്കി എന്ന ഒരു സിനിമാ പേര് കേട്ടിട്ടുണ്ടാകും. അതിൽ എലിയാസ് എന്ന് പറയുന്ന ആ വാക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥം അഥവാ എന്ന് പറയുന്ന മീനിങ് ആണ്. ഈസ് എ ജർമ്മൻ ബയോളജിസ്റ്റ് ബോൺ ഇൻ പെറു. ജനിച്ചത് പെറു എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു. ഒരു ജർമ്മൻ ബയോളജിസ്റ്റ് ആയിരുന്നു. She is best known as the sole survivor among 92 passengers and crew in the 24th December 1971 crash of LANSA Flight 508 in the Peruvian rainforest. ജൂലിയാനെ ഡില്ലർ അല്ലെങ്കിൽ കോപ്കെ എന്ന് പറയുന്ന നമ്മളുടെ എഴുത്തുകാരി വളരെ ഫേമസ് ആയത്, ഈ ലോകം തന്നെ അറിയപ്പെടാൻ കാരണമായത് 1971 ഡിസംബർ 24 നടന്ന ഒരു വിമാന അപകടം. ആ വിമാന അപകടത്തിൽ നിന്ന് 92 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ യാത്രക്കാരുണ്ടായിരുന്ന ആ വിമാന അപകടത്തിൽ രക്ഷപ്പെട്ട ഒരേയൊരു വ്യക്തിയാണ് ജൂലിയാനെ ഡില്ലർ. ഹെർ മെമ്മയോ വെൻ ഐ ഫെൽ ഫ്രം ദ സ്കൈ ഈസ് ആൻ ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ ആൻഡ് ഈസ് എ ഗ്രിപ്പിംഗ് അക്കൗണ്ട് ഓഫ് എ ഹാരോയിങ് അഡ്വഞ്ചർ ആൻഡ് ഇൻസ്പയറിംഗ് ലൈഫ്. അവരുടെ ഓർമ്മക്കുറിപ്പായ വെൻ ഐ ഫെൽ ഫ്രം ദ സ്കൈ എന്ന് പറയുന്ന ആ ഓർമ്മക്കുറിപ്പ് ഇൻ്റർനാഷണൽ ബെസ്റ്റ് സെല്ലർ, അതായത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകങ്ങളിൽ ഒന്നാണ്. ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ഗ്രിപ്പിംഗ് അക്കൗണ്ട് ഓഫ് എ ഹാരോയിങ് അഡ്വഞ്ചർ ആൻഡ് ഇൻസ്പയറിംഗ് ലൈഫ്, അതായത് സാഹസികതയും അതുപോലെ തന്നെ ജീവിതത്തെയെല്ലാം ഇൻസ്പയർ ചെയ്യാൻ പ്രചോദനമാകുന്ന ഒരു ജീവിത കഥ അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ ഉൾപ്പെടുത്തിയ ഒരു പുസ്തകമായിരുന്നു വെൻ ഐ ഫെൽ ഫ്രം ദ സ്കൈ എന്ന് പറയുന്ന അവരുടെ ആ ഓർമ്മക്കുറിപ്പ്. ദ ജംഗിൾ എയർ ക്രാഷ്, ജൂലിയാനെ കോപ്കി. ഐ ഹാവ് ഓൾവേസ് എൻജോയ്ഡ് ഫ്ലൈയിങ്. ഞാൻ എപ്പോഴും വിമാനയാത്രകൾ ആസ്വദിച്ചിരുന്നു. മൈ മദർ ആൻഡ് ഐ ബോർഡഡ് ലാൻസ എയർലൈൻസ് ഫ്ലൈറ്റ് 508 as I had just finished secondary school in Lima. ലിമയിലെ എൻ്റെ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ഞാനും അമ്മയും ഒരു യാത്രയ്ക്കായിട്ട് ലാൻസ എയർലൈൻസിൻ്റെ 508 വിമാനത്തിൽ കയറി. ആൻഡ് വി വാണ്ടഡ് ടു സ്പെൻഡ് ക്രിസ്മസ് വിത്ത് മൈ ഫാദർ ഇൻ അവർ ജംഗിൾ ഹട്ട്. ഈ വരുന്ന ക്രിസ്മസിന് അച്ഛനൊപ്പം കാടിനുള്ളിലെ ആ ഒരു ചെറിയ കുടിലിൽ ഒന്നിച്ച് സമയം ചിലവഴിക്കാനാണ് അമ്മയും അതുപോലെ തന്നെ ജൂലിയാനയും തീരുമാനിച്ചത്. ഡാഡി ആൻ എക്കോളജിസ്റ്റ് ആൻഡ് മദർ ആൻ ഓർണിത്തോളജിസ്റ്റ് ഹെൽഡ് പ്രൊഫസർഷിപ്പ് അറ്റ് സാൻ മാർക്കോസ് യൂണിവേഴ്സിറ്റി ഇൻ ലിമ. എൻ്റെ അച്ഛൻ ഒരു പാരിസ്ഥിതിക പ്രവർത്തകനും അമ്മ ഒരു പക്ഷിശാസ്ത്രജ്ഞയും ആയിരുന്നു. അതുപോലെ തന്നെ ലിമയിലെ സാൻ മാർക്കോസ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ കൂടിയാണ് അവർ. ആൻഡ് വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ ജംഗിൾ വേർ ദേ ക്യാരീഡ് ഔട്ട് റിസർച്ച്. ഞങ്ങൾ പലപ്പോഴും ധാരാളം സമയം ആ കാടിനുള്ളിൽ ചിലവഴിച്ചിട്ടുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ സമയം ചിലവഴിക്കൽ. ഐ വാസ് സിറ്റിംഗ് ഇൻ ദ 3rd row ഓഫ് സീറ്റ്സ് ഫ്രം ദ റിയർ നെക്സ്റ്റ് ടു ദ വിൻഡോ. വിമാനത്തിനുള്ളിൽ ഞാനിരുന്നത് പുറകിൽ നിന്നുമുള്ള 3ാമത്തെ വരിയിലായിരുന്നു. ജനാലക്കരികിലായിരുന്നു നമ്മളുടെ ജൂലിയാനെ ഇരുന്നത്. മദർ സാറ്റ് ബിസൈഡ് മീ ആൻഡ് എ മാൻ വി ഡിഡ്ന്റ് നോ ഓൺ ദി ഐസൽ. അമ്മയും അടുത്തു തന്നെയായിരുന്നു ഇരുന്നത്. എന്നാൽ ഞങ്ങൾക്കിടയിൽ ഒരു അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. എവറിത്തിങ് സീംഡ് ക്വൈറ്റ് നോർമൽ.
The takeoff, the climb over the snow-covered Andes, breakfast, the smiling stewardess, then the green jungle stretching east to the horizon. വിമാനത്തിൻ്റെ ടേക്ക് ഓഫും അതിൽ നിന്നുള്ള കാഴ്ചകളും പ്രഭാത ഭക്ഷണവും അതുപോലെ തന്നെ എയർ ഹോസ്റ്റസിൻ്റെയൊക്കെ ചിരിച്ച മുഖങ്ങളും എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. പതിയെ പച്ചപ്പ് നിറഞ്ഞ കാടുകൾ അങ്ങ് ദൂരെ കിഴക്ക് ഭാഗത്തായിട്ട് കണ്ടു തുടങ്ങി. പീപ്പിൾ വെയർ റീഡിങ് ഓർ ചാറ്റിംഗ്, എവ്രി വൺ വാസ് ഇൻ ദ ഹോളിഡേ മൂഡ്. വിമാനത്തിനുള്ളിലെ യാത്രക്കാർ ഓരോരുത്തരും വളരെ സന്തോഷത്തിലായിരുന്നു. ഒരു അവധിക്കാലം ആഘോഷിക്കുന്നത് പോലെ പലരും പുസ്തകങ്ങൾ വായിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻ ക്ലിയർ വെദർ, ദ ഫ്ലൈറ്റ് ഫ്രം ലിമ ടു പുക്കൽപ്പ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ ദ വേൾഡ്. തെളിഞ്ഞ കാലാവസ്ഥയിൽ ലിമയിൽ നിന്നും പുക്കൽപ്പയിലേക്കുള്ള ആ യാത്ര ഈ ലോകത്ത് തന്നെ വളരെ മനോഹരമായ ഒരു വിമാനയാത്രയിൽ ഒന്നായിരുന്നു. ബട്ട് 30 minutes ആഫ്റ്റർ ടേക്ക് ഓഫ് വെൻ വി വെയർ ഓവർ ദ ജംഗിൾ വിസിബിലിറ്റി ഡിമിനിഷ്ഡ്. വിമാനം പറന്നുയർന്ന് ഒരു 30 മിനിറ്റിന് ശേഷം ആ കാടിന് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ചകളൊക്കെ മങ്ങിത്തുടങ്ങി, അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായി. ആൻഡ് ദെൻ ഓൾ ഓഫ് ദ സഡൻ വി ഹിറ്റ് എ സ്റ്റോം ഫ്രണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു കൊടുങ്കാറ്റിൽ വിമാനം പെട്ടുപോയി. ആൻഡ് ദിസ് ടൈം ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എക്സ്പീരിയൻസ്ഡ് ബിഫോർ. പക്ഷേ ഇത്തവണ ഉണ്ടായ ഈ അനുഭവം എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അത്. ബ്രോഡ് ഡേ ലൈറ്റ് ടേൺ ടു നൈറ്റ് അറൗണ്ട് അസ്. അങ്ങനെ പകൽ വെളിച്ചമെല്ലാം പെട്ടെന്ന് പോയി അവിടെ ആകെ ഇരുട്ട് പരന്നു. ലൈറ്റനിങ് വാസ് ഫ്ലാഷിംഗ് ഇൻസെസെൻ്റ്ലി ഫ്രം ഓൾ ഡിറക്ഷൻസ്. ആ മിന്നലുകൾ പല ഭാഗത്തു നിന്നും മിന്നുന്ന കാഴ്ചയും അവരവിടെ നിന്ന് കണ്ടു. At the same time, an invisible power began to shake our aeroplane as if it were a plaything. അതുപോലെ തന്നെ പെട്ടെന്ന് ഏതോ ഒരു അദൃശ്യമായ ശക്തി കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്നത് പോലെ ആ വിമാനത്തെ പിടിച്ചു കുലുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ആ വിമാനം അങ്ങനെ കുലുങ്ങാൻ വേണ്ടി തുടങ്ങി. ഏതോ ഒരു അദൃശ്യ ശക്തി അതിനെ പിടിച്ചു കുലുക്കുന്നതായിട്ടാണ് അവർക്ക് തോന്നിയത്. People cried out as objects fell on their heads. ജനങ്ങളൊക്കെ, ആ യാത്രക്കാരൊക്കെ കരയാൻ വേണ്ടി തുടങ്ങി, ഉച്ചത്തിൽ അലറി വിളിക്കാൻ വേണ്ടി തുടങ്ങി. അവിടെ ആ വിമാനത്തിനുള്ളിലുണ്ടായിരുന്ന ബാഗേജുകളൊക്കെ അവരുടെ തലയുടെ മുകളിലൂടെ വീണു. ബാഗ്സ്, ഫ്ലവേഴ്സ്, പാക്കേജസ്, ടോയ്സ്, ജാക്കറ്റ്സ് ആൻഡ് ക്ലോത്തിങ് റെയിൻ ഡൗൺ ഹാർഡ് ഓൺ അസ്. അവിടെ ഉണ്ടായിരുന്ന ആ വിമാനത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ബാഗേജുകളുമൊക്കെ എന്തു ചെയ്തു? വളരെ പെട്ടെന്ന് താഴേക്ക് പതിക്കാൻ വേണ്ടി, അവരുടെ പുറത്തുകൂടെ വീഴാൻ വേണ്ടി തുടങ്ങി. സാൻഡ്വിച്ച് ട്രേസ് ആൻഡ് ബാഗ്സ് സോർഡ് ത്രൂ ദ എയർ. അതുപോലെ തന്നെ ഭക്ഷണം വിളമ്പാൻ വേണ്ടി, അല്ലെങ്കിൽ ഭക്ഷണം സെർവ് ചെയ്തുകൊണ്ടിരുന്ന ആ സാൻഡ്വിച്ച് ട്രേയും അതുപോലെ തന്നെ ആ ബാഗുകളുമൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? ആ എയറിൽ, വായുവിൽ ഇങ്ങനെ പറന്നു നടക്കാൻ വേണ്ടി തുടങ്ങി. പീപ്പിൾ വെയർ ഫ്രൈറ്റൻഡ്. ജനങ്ങളാകെ പേടിച്ചുപോയി. ദേ സ്ക്രീംഡ് ആൻഡ് സ്റ്റാർട്ടഡ് ടു ക്രൈ. അവർ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കരയാൻ വേണ്ടി തുടങ്ങി. Outside, I saw a sort of bright yellow flame shooting from the right wing. അങ്ങനെ ഇടതുവശത്തുള്ള ആ ഒരു ചിറകിൽ നിന്നും ഒരു നല്ല മഞ്ഞ നിറത്തിലുള്ള വെളിച്ചം പുറത്തേക്ക് വരുന്ന കാഴ്ച ജൂലിയാനെ കണ്ടു. I was blinded by that blazing light. ആ ഒരു ബ്രൈറ്റ് ലൈറ്റിൽ, വളരെ തെളിഞ്ഞ ആ ഒരു വെളിച്ചത്തിൽ അവളുടെ കണ്ണുകൾ ഒരു ബ്ലൈൻഡ് ആയതുപോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നും കാണാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറി. While at the same time, I heard my mother saying quite calmly, "Now it's all over." ആ സമയം അമ്മ വളരെ ശാന്തമായി എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അമ്മ പറഞ്ഞത് ഇതായിരുന്നു: ഇപ്പം എല്ലാം അവസാനിക്കും. An instant later, there was a violent shaking and I found myself outside the plane and flying apart from it, still strapped into my seat. But I was alone and I was falling. അങ്ങനെ കുറച്ച് സമയത്തിനപ്പുറം വലിയ രീതിയിൽ ആ വിമാനം ഒന്ന് കുലുങ്ങി. പിന്നീട് ഞാൻ കണ്ടത് വിമാനത്തിൽ നിന്നും ഞാൻ പുറത്തേക്ക് പോകുന്നതും വിമാനം എന്നിൽ നിന്നും തെന്നി മാറി താഴേക്ക് പതിക്കുന്നതുമായ കാഴ്ചയാണ്. ഞാൻ അപ്പോഴും സീറ്റ് ബെൽറ്റിൻ്റെ ഇടയിലായിരുന്നു. പക്ഷേ ഒറ്റയ്ക്കാണ് ഞാൻ താഴേക്ക് വീണത്. I can remember turning over and over in the air. എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്, ഞാൻ താഴേക്ക് വീഴുന്ന സമയത്ത് പല തവണ ആ വായുവിൽ ഇങ്ങനെ വട്ടം കറങ്ങിയിട്ടുണ്ടായിരുന്നു. And I remember thinking that the jungle trees below look like cauliflowers. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം, ആ താഴേക്ക് വീഴുന്ന സമയത്ത് ആ കാട്ടിലുണ്ടായിരുന്ന മരങ്ങളൊക്കെ എനിക്ക് കോളിഫ്ലവർ പോലെയായിരുന്നു തോന്നിയത്.
Then I lost consciousness. പിന്നീട് എനിക്കെൻ്റെ ബോധം നഷ്ടമായി. It was still light when the rain woke me up. മഴ എന്നെ ഉണർത്തിയപ്പോൾ അവിടെ അപ്പോഴും വെളിച്ചമുണ്ടായിരുന്നു. I was lying under a section of 3 seats turned upside down. തലകീഴായി കിടക്കുന്ന സീറ്റുകൾക്കിടയിലായിരുന്നു ഞാൻ കിടന്നിരുന്നത്, അല്ലെങ്കിൽ അതിനടിയിലായിരുന്നു ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. There was no sign of my mother and of any other passengers or the plane. അവിടെ അടുത്ത് അമ്മ ഉള്ളതിൻ്റെയോ അതോടൊപ്പം മറ്റ് യാത്രക്കാരുടെയോ അല്ലെങ്കിൽ വിമാനത്തിൻ്റെയോ ഒരടയാളവും ഉണ്ടായിരുന്നില്ല. All I could hear were frogs croaking and the rain. എനിക്ക് ആകെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് തവളകളുടെ കരച്ചിലും അതോടൊപ്പം ആ മഴയുടെ ശബ്ദവും മാത്രമായിരുന്നു. I had a bump on my head and gash in my foot. എൻ്റെ തലയിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു, അതോടൊപ്പം എൻ്റെ കാലിൽ വലിയൊരു മുറിവും പറ്റിയിരുന്നു. I felt no pain. പക്ഷേ അത്ര വലിയ പെയിനൊന്നും വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. But I couldn't muster the energy to move and look around. പക്ഷേ എനിക്കൊന്ന് എഴുന്നേറ്റ് നീങ്ങുവാനോ അല്ലെങ്കിൽ നടന്ന് ചുറ്റുമൊന്ന് നോക്കുവാനോ മറ്റുള്ളവരെ ഒന്ന് തിരഞ്ഞു നോക്കാനുള്ള ആരോഗ്യമോ കരുത്തോ എനിക്ക് ഉണ്ടായിരുന്നില്ല. Thus I spent the all night lying under the seat half asleep in shock. അങ്ങനെ ഞാൻ എൻ്റെ ആ രാത്രി മുഴുവൻ ഒരു പകുതി ഉറക്കത്തിൽ ആ സീറ്റിനടിയിൽ തന്നെ അങ്ങനെ കിടക്കുകയാണ് ചെയ്തത്. The Jungle Air Crash, written by Juliane Koepke. It is a memoir. She had experienced these things in her real life. Juliane and her mother, they were flying to her father and they decided to spend the Christmas holidays with her father. Her father is an ecologist and mother is an ornithologist. After the takeoff, everything seemed normal, but after 30 minutes, the aeroplane hit by a storm. And the passengers were frightened and they started to scream and the luggages inside the plane fell on them. And the aeroplane started to shake violently. And finally, that aeroplane met an accident. Then Juliane woke up and looked around, but she couldn't find her mother or any other passengers. She was alone, and again she was in an unconscious stage, and she again fell in asleep, and she just slept under the seats. Dear students, I hope you guys understood the initial part of our lesson. Yeah, the Jungle Air Crash, and about the author also we had discussed on this video tutorial, and I hope you guys understood. If you have any doubts, you can comment on that comment section.